ബഹുമാന്യരായ നമ്മുടെ അഭിവന്യ നായകൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിവന്യരായ പ്രസിഡന്റ്, ഈ പ്രദേശത്തെ 13 മഹല്ലുകളുടെ ഖാദിയായി ഇന്ന് ഇവിടെയുള്ള ജനങ്ങൾ തൗലിയത്ത് ചെയ്ത് അധികാരമേൽപ്പിച്ച അഭിവന്യരായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകൾ, മറ്റു സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഖളാ സമൂഹത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ നല്ല പുരോഗതി പ്രാപിക്കാനുള്ള ഏറ്റവും മനോഹരമായ ഒരു വ്യവസ്ഥിതിയാണ്. ഒന്നുകിൽ കൃത്യമായി ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് നീതിയുക്തമായി നടത്തപ്പെടുന്ന അള്ളാഹുവിന്റെ ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ നീതി നടപ്പിലാക്കുന്ന ഭരണാധികാരികൾ, ജനാധിപത്യ സംവിധാനത്തിൽ അതിന്റെ പരിധികളും പരിമിതികളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് പരമാവധി അവരെ നേർവഴി കാണിക്കാൻ അധികാരപ്പെടുത്തിയ ഖളാഇന്റെ അഹ്ലുകാർ, അത് ഏൽക്കലും ഏൽപ്പിക്കലും അതൊക്കെ ഇതിന്റെ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിൽ ഏറ്റവും നല്ല പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ്, ഒരു അക്കാദമിക് മർജി ആണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് എത്ര ചെറുതായാലും വലുതായാലും ഇതിനെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർവമാണ് മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ കണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പല സംഭവങ്ങളും ഹദീസിലും മറ്റുമൊക്കെ വന്നത് ഇവിടെ പലപ്പോഴും പണ്ഡിതന്മാർ വിവരിച്ചതാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ട സംഭവം, ഒരു മഹാനായ താബിഈങ്ങളുടെ കൂട്ടത്തിൽ വലിയ മഹാപണ്ഡിതനായിരുന്ന, അതോടൊപ്പം അമവിയ ഭരണകർത്താക്കൾക്ക് വിശ്വസ്തനായ വസീറായി, മന്ത്രിയായി അവർക്ക് സേവനം ചെയ്ത ഒരു മഹാപണ്ഡിതൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന മഹാനായ രാജാവ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്, ഇന്ന ഫീ കിന്ദ ഖബീലയിലുണ്ട് ലസലാസ, 3 ആളുകളുണ്ട്, 3 പണ്ഡിതന്മാരുണ്ട്, 3 പ്രതിഭകളുണ്ട്. അവരെ കൊണ്ട് മഴ ലഭ്യമാകും, അവരുടെ ബറക്കത്ത് കൊണ്ട് ശത്രുക്കൾക്കെതിരിൽ അള്ളാഹുവിന്റെ സഹായം ലഭ്യമാകും എന്ന് മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക് പറഞ്ഞ റജാ ഇബ്നു ഹയവ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ താബിഈയാണ്, വലിയ പണ്ഡിതനാണ്, വലിയ വസീറാണ്. അബ്ദുൽ മലിക് മുതൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു വരെയുള്ള പ്രഗൽഭരായ പല രാജാക്കന്മാരുടെയും വിശ്വസ്തനായ മന്ത്രിയും വിശ്വസ്തനായ ഉപദേഷ്ടാവുമായി ജീവിച്ച് മരിച്ചു പോയ മഹാപണ്ഡിതൻ. അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ ഞാൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിന്റെ ആ രാജകീയ സന്നിധിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വലിയ സദസ്സാണ് അവിടെ ഉള്ളത്. വലിയ സദസ്സിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ കടന്നു വരികയാണ്. അദ്ദേഹം നല്ല ഹൈബത്തുള്ള ഒരു മനുഷ്യൻ, കണ്ടാൽ അത്ഭുതം തോന്നുന്ന, ആരും ശ്രദ്ധിക്കുന്ന പ്രത്യേകമായ ഹൈബത്തും ജമാലും ജലാലുമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ കടന്നു വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം രാജാവിനെ കാണാൻ വരികയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം എന്റെ അരികിൽ വന്നു, എന്റെ അടുത്ത് വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, യാ റജാ, ഇന്നല്ലാഹ ഖദ് ഇബ്തലാക ബിഹാദർ റജുൽ. ഈ റജാ ഇബ്നു ഹയവയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ രാജാവിനെ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. അത് ഒരു പക്ഷേ ഖൈറിനായിരിക്കും, അല്ലെങ്കിൽ ഷർറിനായിരിക്കും. അത് നിന്റെ ആ സുഹബത്ത് ഖൈറിനാവാൻ മാത്രം നീ ശ്രമിക്കണം. നിനക്കും ഈ രാജ്യത്തിനും സമൂഹത്തിനും ദീനിനും ഗുണകരമാവാൻ നീ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ നൽകി. ഞാൻ അതിലിങ്ങനെ അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. ആ സമയത്ത്
സമയത്ത് രാജാവ് എന്നെ വിളിച്ചു, യാ റജാ എന്ന് വിളിച്ചു. ഞാൻ അങ്ങോട്ട് പോയി. അവിടെ പോയി അദ്ദേഹവുമായി ചില കുശലാന്വേഷണങ്ങൾ നടത്തി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. തിരിച്ചു വന്ന് നോക്കുമ്പോ ഇദ്ദേഹത്തെ കാണുന്നില്ല. പരിസരം മുഴുവനും പരതി നോക്കി, ആരാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഔവിധത്തിൽ മഹാന്മാരുമായി ബന്ധമുണ്ടായിരുന്ന മഹാനായ റജാ ഇബ്നു ഹൈവ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം ഒരുപാട് നമുക്ക് പാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ സദസ്സിൽ ആ ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ, പാഠങ്ങൾ അതിലുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ, പരിശുദ്ധമായ ദീനിനെ എത്ര മനോഹരമായും എത്ര കണിശതയോടുകൂടെയാണ് അവരൊക്കെ ഉൾക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബിസ്സായിബ് എന്ന് പറയുന്നവർ പറയുന്നുണ്ട്, എന്റെ പിതാവ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, റജാ എന്നോട് പറഞ്ഞു എന്ന് എന്റെ പിതാവ് പറയുകയാണ്. അബുസ്സായിബ് പറയുകയാണ്, ബിലാൽ ഇബ്നു സഅദ് എന്ന് പറയുന്ന ആളരികിലേക്ക് പോകണം. ബിലാൽ ഇബ്നു സഅദ് എന്ന് പറയുന്ന ആള് അക്കാലഘട്ടത്തിൽ ഒരു പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹത്തിൽ ബിദ്അത്തിന്റെ അംശമുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് റജാ ഇബ്നു ഹൈവയെ പറഞ്ഞയക്കുകയാണ്. പറഞ്ഞയക്കുമ്പോ പറയുന്നത്, റജാ ഇബ്നു ഹൈവ അബുസ്സായിബിനെ പറഞ്ഞയക്കുകയാണ്. ആ സമയത്ത് പറയുന്നത്, യാ അബുസ്സായിബ്, നീ അദ്ദേഹത്തിന്റെ അടുത്ത് പോകണം. എന്നിട്ട് നീ പറയണം, വകരിഹ അൻ യുസല്ലിമ അലൈഹി. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, അദ്ദേഹത്തിനോട് സലാം പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം അയാള് മുബ്തദിഅാണ്. മുബ്തദിഇനോടുള്ള ബന്ധം നല്ലതല്ല, അത് നമുക്ക് ദോഷം ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ട് വകരിഹ അൻ യുസല്ലി അൻ യഖറ അലൈഹി സലാം, അദ്ദേഹത്തിന്റെ മേൽ സലാം പറയാൻ അത് അദ്ദേഹം വെറുത്തു. അതൊരിക്കലും നല്ലതല്ല, ദീനിൽ പുഴുക്കുത്തുണ്ടാക്കും അവരുമായുള്ള ബന്ധം. അതായിരുന്നു അവരുടെ ഒക്കെ നിലപാട്. മഹാനായ ഇമാം ബഗവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ സഹാബത്തും താബിഈങ്ങളും അത്ബാഉഹും ഇവ്വിധത്തിൽ മുബ്തദിഈങ്ങളുമായി അകലം പാലിച്ചിരുന്നു. അത് അവരുടെ ഒക്കെ നിലപാടായിരുന്നു. അவ்விധത്തിൽ പരിശുദ്ധ ദീനിനെ കണിശമായി സ്വീകരിച്ച് ഉൾക്കൊണ്ടുവന്ന മഹാനായ റജാ ഇബ്നു ഹൈവ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അദ്ദേഹം ഭരണാധികാരിയുടെ അരികിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, വല്ലൽ അമീറുൽ യൗമ അബ്ദുല്ലാഹിബ്നു മൗഹിബ് എന്ന് പറയുന്ന ആളെ ഖളാ ഏൽപ്പിച്ചിരിക്കുന്നു, ഖളാഇന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന വിവരം അദ്ദേഹം മറ്റൊരാളോട് വിവരിക്കുകയാണ്. ആ സമയത്ത് റജാ വീണ്ടും പറയുന്നു, എന്നെയാണ് എനിക്ക് ലൗ അന്നി ഖുയ്യിർതു ബൈന അൻ അഹ്മില ഹാദാ, ഈ ഖളാ എന്ന് പറയുന്ന ഈ വലിയ സ്ഥാനം അത് ഏറ്റെടുക്കാനും അല്ലെങ്കിൽ നിങ്ങളെ ഖബറിലേക്ക് കൊണ്ടുപോകുക, ഇത് രണ്ടാലൊന്നേ പറ്റൂ എന്ന് എനിക്കൊരു അവസരമുണ്ടായാൽ ആ ഖളാഇനെ ഞാൻ ഏറ്റെടുക്കാതെ ഞാൻ ഖബറിലേക്ക് പോകലിനെ ഞാൻ തെരഞ്ഞെടുക്കും. അത്ര വലിയ ഭാരമാണ് അദ്ദേഹം ഏറ്റെടുത്തത് എന്ന് പറഞ്ഞപ്പോ റജാ ഇബ്നു ഹൈവയോട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീനോട് ഇദ്ദേഹത്തെ അതിന് പറ്റുന്നും നിങ്ങളത് ഏറ്റെടുക്കണമെന്നും അദ്ദേഹത്തോട് പറഞ്ഞതും നിങ്ങളല്ലേ എന്ന് ചോദിച്ചു. ഇദ്ദേഹത്തോട് നിങ്ങളത് ഏറ്റെടുക്കണമെന്ന് അബ്ദുല്ലാഹിബ്നു മൗഹിബയോട് പറഞ്ഞത് നിങ്ങളല്ലേ? ഈ അമീറുൽ മുഅ്മിനീനോട് അദ്ദേഹം അതിന് പറ്റിയ ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചോളൂ എന്ന് പറഞ്ഞതും നിങ്ങളല്ലേ? പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റജാ ഇബ്നു ഹൈവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഫഖുൽതു ലഹു ഫഇന്ന الناس يتحدثون അന്നക അൻത അശർത ഇലൈഹി എന്ന് പറഞ്ഞപ്പോൾ ഖാല സദഖു, അപ്പറഞ്ഞത് ശരി തന്നെയാണ്, ഞാൻ തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ തന്നെയാണ് അമീറുൽ മുഅ്മിനീനോടും പറഞ്ഞത്. കാരണം എന്താണെന്നറിയോ? ലിഅന്നീ നളർതു ലിൽ ആമ്മ, സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യത്തിലേക്കാണ് അപ്പോൾ ഞാൻ നോക്കിയുള്ളൂ. വലൗ കുന്തു അൻദുറു ഇലൈഹി ലമാ ഖുൽതു ലഹു ലമാ അദിൻതു ലഹു. അദ്ദേഹത്തിന്റെ കാര്യമല്ല ഞാൻ അപ്പോ നോക്കിയത്, ഉമ്മത്തിന്റെ കാര്യമാണ്. സമൂഹത്തിന് ഒരു വിശ്വസ്തനായ, അമീനായ, പണ്ഡിതനായ, യോഗ്യനായ ഖാദി ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഉമ്മത്തിന്റെ കാര്യത്തെ പറ്റി ആലോചിച്ചപ്പോ മറ്റത് മറന്നിട്ട് നിങ്ങൾ അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പറഞ്ഞതിൽ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പാഠമുണ്ട്. ഇത് വലിയൊരു ഭാരമാണ്, വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു
തആല അൻഹു അടക്കമുള്ള മഹാന്മാരൊക്കെ ഇതിന്റെ പേരിൽ ഖളാഅ് ഏറ്റെടുക്കാത്തതിന്റെ പേരിൽ ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ മഹാനായ അബൂ യൂസുഫ് ഖാദിയാണ്, അതുപോലെയുള്ള മഹാന്മാരൊക്കെ ഇങ്ങനെ എല്ലാവരും നിരസിച്ചാൽ അനർഹർ ആ സ്ഥാനത്ത് കയറിയിരുന്നു കൊണ്ട് ദീനിനെ വിചിത്രമാക്കി കളയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഉത്തരവാദിത്ത ബോധം മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യം, അതിന്റെ ഉലമാഇന്റെ പാരമ്പര്യം, സമസ്തയുടെ പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ തന്നെ, അതിന്റെ മെമ്പർമാരും ഉത്തരവാദിത്തപ്പെട്ടവരുമാവുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകൾക്ക് ഉമ്മത്തിന് ആവശ്യമാകുമ്പോൾ അതിനെ കൃത്യമായ ദിശ നിർണയിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്നതിന്റെ ബാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്രയും വലിയ ഉത്തരവാദിത്വവും ബാധ്യതയും ഭാരവും ഉണ്ടായിട്ടും മഹാനായ സയ്യിദുൽ ഉലമ, അതുപോലെയുള്ള അർഹരായ പണ്ഡിതന്മാർ സമൂഹം നിർബന്ധിച്ച് ആവശ്യപ്പെടുമ്പോൾ അതൊരു നിർബന്ധമായി തീരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് മഹാനായ റജാ ഇബ്നു ഹൈവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ ഒരു ശൈലിയാണ് ശരിയായ കാര്യങ്ങളെ വേണ്ട വിധത്തിൽ വിലയിരുത്തുന്ന ആളുകൾ ഉൾക്കൊള്ളുന്നത് എന്നും മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ച് ഉത്തരവാദിത്വം ഈ സമുദായത്തിന്റെ പരിശുദ്ധമായ ദീനിനെ ശരിയായ ദിശയിൽ നടത്തേണ്ടുന്ന ഈ വലിയ ഉത്തരവാദിത്വം അത് മനസ്സിലാക്കിക്കൊണ്ട് അവരിതൊക്കെ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അനുസരിച്ചുകൊണ്ട് ഉലുൽ അംറിനെ അനുസരിച്ചുകൊണ്ട് അവരുടെ ഫത്വകളും അവരുടെ ഹുക്മുകളും അവർ ആ വിഷയത്തിൽ എന്തൊരു വിഷയം വരുന്നുവോ അതിലെടുക്കുന്ന തീരുമാനങ്ങളും പൂർണ്ണമായി ഉൾക്കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ കാണിച്ചതുപോലെ റസൂലുള്ളാഹി വഫാത്താകുന്ന സമയത്ത് ഉസാമത്ത് ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന വെറും 17-18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ അമീറാക്കിയിരുന്നു. അപ്പോഴാണ് റസൂലുള്ളാഹി വഫാത്തായത്. ആ സൈന്യത്തിൽ ഉസാമ അമീറായ സൈന്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 50-60 വയസ്സെത്തിയ അവരൊക്കെ ആ സാബിഖീങ്ങളായ മഹാന്മാരൊക്കെ ആ സൈന്യത്തിലെ വെറും പട്ടാളക്കാര് മാത്രമായിരുന്നു. പൂർണ്ണമായി ഉസാമയെ അനുസരിച്ചുകൊണ്ട് ഉസാമയെ അവസാനം റസൂലുള്ളാഹി വഫാത്തായപ്പോ ഈ ഉമ്മത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉസാമയെ യാത്രയച്ച് ഉസാമ വാഹനപ്പുറത്തും അവരെ യാത്രയച്ചുകൊണ്ട് കാൽനടയായി സിദ്ദീഖുൽ അക്ബർ ഇങ്ങനെ നടന്നു പോകുന്ന രംഗം പരിശുദ്ധ ഇസ്ലാമിന്റെ സ്വർണ്ണ താളുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വിവരിക്കുന്നുണ്ട്, അങ്ങ് ഇങ്ങനെ നടക്കല്ലേ, എനിക്ക് ലജ്ജയാകുന്നു, ഒന്നുകിൽ ഞാൻ ഇറങ്ങും അല്ലെങ്കിൽ അങ്ങ് യാത്ര ചെയ്യണമെന്നൊക്കെ പറയുന്ന രംഗമുണ്ട്. അതൊന്നും അംഗീകരിക്കാതെ ആ ഒരു യോദ്ധാവിന്റെ കമാൻഡറുടെ ആ സൈന്യാധിപന്റെ എളിയ ഒരു പടയായി അദ്ദേഹത്തിന്റെ സൈന്യത്തിലെ വെറും ഒരു അംഗമായി ഇവർ രണ്ടുപേരും നടക്കുന്നു. മഹാനായ സിദ്ദീഖുൽ അക്ബറിന് ഇവിടെ നിൽക്കേണ്ടതുണ്ട്. അവസാനം മഹാനായ സിദ്ദീഖുൽ അക്ബർ ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, യാ ഉസാമ, നീ ബറക്കത്തില്ല, അല്ലാഹുവിന്റെ ബറക്കത്തോടു കൂടെ നീ പോയി യുദ്ധം ചെയ്യ്. എന്നാൽ നീ സമ്മതിക്കുമോ, നിങ്ങളുടെ സൈന്യത്തിലെ വെറും ഒരു പടയാളിയാണ് ഉമറുൽ ഖത്താബ്, ആ ഉമറുൽ ഖത്താബിനെ എന്റെ കൂടെ എന്നെ സഹായിക്കാൻ ഇവിടെ നിർത്താൻ നിങ്ങൾ അനുവദിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു രംഗം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അത്തരം സംഭവങ്ങൾ. ഇതാണ് ഇസ്ലാമിന്റെ പുരോഗതി. ഈ ഒരു അനുസരണയാണ് ഇസ്ലാമിന്റെ അന്തസ്. അവിടെയാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് എല്ലാ മഹല്ലുകളും പ്രത്യേകിച്ചും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിന്റെ നേതാവ്, അതിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവരും സമസ്തയുടെ മക്കളൊക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ തീരുമാനത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് സയ്യിദുൽ ഉലമ എന്ത് പറയുന്നുവോ അവിടെ നിൽക്കാൻ ബാധ്യസ്ഥരാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല, വിട്ടുവീഴ്ച ഉണ്ടാവുകയുമില്ല. അവിടെ നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രത്യേകമായുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന മഹല്ലത്തുകളും അവിടെയുള്ള നിവാസികളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഈ ഭാരിച്ച ഉത്തരവാദിത്വത്തിന്റെ ഒക്കെ ഇടയിൽ ഇതും മഹാനവർകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധനാകുന്നത് ഒരുപാട് വട്ടമുള്ള ആവർത്തിച്ചുള്ള അപേക്ഷയും അതിനുശേഷം
മഹാനവറുകൾ ഇസ്തിഖാറത്തൊക്കെ ചെയ്തുകൊണ്ട് ഏറ്റെടുക്കുന്നത്, അത് ഏറ്റെടുത്ത് കിട്ടിയ അൽഹംദുലില്ലാ. ഇനി നിങ്ങളുടെ ബാധ്യത അതിനുള്ള ബഹുമാനം നൽകലാണ്, അതിനുള്ള ആദരവ് നൽകലാണ്. ആ ഒരു ആദരവും ആ ഒരു അനുസരണയും അതിലൂടെ എന്ത് പ്രശ്നം നമ്മുടെ മഹല്ലിൽ ഉണ്ടായാലും അത് അവരിലൂടെ ആസങ്ങളൊക്കെ നീങ്ങി വലിയ ഇസ്സത്തുള്ള അവസ്ഥ വീണ്ടും നമ്മിലേക്ക് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ അന്തസ്സോടുകൂടെ നല്ല ഹിമ്മത്തോടുകൂടെ പൂർത്തീകരിക്കാനുള്ള എല്ലാ തൗഫീഖും ദീർഘായുസ്സും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാം.